ബിഗ് ബോസ് മലയാളം സീസൺ 7ൻ്റെ ഗ്രാൻഡ് ഫിനാലേക്ക് ഇനി വെറും 5 ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഏഷ്യാനെറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു ടോപ്പ് 5 ലിസ്റ്റ് പ്രഡിക്റ്റ് ചെയ്യാൻ പറഞ്ഞുകൊണ്ട് ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു ഫൈനൽ ടോപ്പ് 5 ലിസ്റ്റാണ് ഇപ്പോൾ ഞാനിവിടെ പ്രഡിക്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. നമുക്ക് നോക്കാം ആരൊക്കെ ആയിരിക്കും ഈ ഒരു ടോപ്പ് 5 ലിസ്റ്റിൽ ബിഗ് ബോസ് മലയാളം സീസൺ 7ൽ ഇടം പിടിക്കാനായിട്ട് പോകുന്നതെന്ന്. അപ്പോൾ കൃത്യമായിട്ടും നിങ്ങളുടെ ടോപ്പ് 5 ലിസ്റ്റ് താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. ഈ ഒരു ടോപ്പ് 5 ലിസ്റ്റ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് എൻ്റെ സ്വന്തം പെർസ്പെക്റ്റീവിനനുസരിച്ചിട്ടാണ്. അപ്പോൾ കൃത്യമായിട്ടും നിങ്ങൾ മറ്റുള്ള രീതിയിൽ ഈ ഒരു ഗെയിം ഷോയെ കാണുന്നതും അനലൈസ് ചെയ്യുന്നതുമായിട്ടുള്ള ജനങ്ങളായിരിക്കും. കൃത്യമായിട്ട് നിങ്ങളുടെ ടോപ്പ് 5 ലിസ്റ്റ് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഈ ഒരു ടോപ്പ് 5 ലിസ്റ്റിൽ ഞാൻ ആദ്യം തന്നെ പറയാൻ പോകുന്നത് 5ാം സ്ഥാനമാണ്. 5ാം സ്ഥാനം ഞാൻ അക്ബറിന് കൊടുക്കും. അക്ബറിന് ഈ ഒരു 5ാം സ്ഥാനം കൊടുക്കുന്നത് എന്തുകൊണ്ടും ഈ ഒരു ബിഗ് ബോസ് മലയാളം സീസൺ 7ൻ്റെ ഗ്രാൻഡ് ഫിനാലയിലേക്ക് പോകാനായിട്ട് തീർച്ചയായിട്ടും യോഗ്യതയുള്ള ഒരു കണ്ടസ്റ്റൻ്റ് തന്നെയാണ് അക്ബർ. അത്യാവശ്യം കോണ്ടന്റുകളൊക്കെ ബിഗ് ബോസ് ഹൗസിൽ പലപ്പോഴും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാടധികം ചീത്തവിളികൾക്കും ഇരയാകേണ്ടി വന്നൊരു കണ്ടസ്റ്റൻ്റാണ്. അപാര എൻ്റർടൈനർ തന്നെയായിരുന്നു. ആദ്യം മുതൽ അവസാനം വരെയും എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം കണ്ടന്റ് ബിഗ് ബോസ് ഹൗസിൽ കൊടുത്ത ഒരു മത്സരാർത്ഥി തന്നെയാണ്. അപ്പോൾ ടോപ്പ് 5 ലിസ്റ്റിൽ ഞാൻ ഒരു 5ാം സ്ഥാനം അക്ബറിന് കൊടുക്കുന്നു. അടുത്തതായിട്ട് ഞാൻ 4ാം സ്ഥാനം കൊടുക്കുന്ന കണ്ടസ്റ്റൻറ്റ് നൂറ ആയിരിക്കും. നൂറ നമുക്കറിയാം അത്യാവശ്യത്തിന് ബിഗ് ബോസ് ഹൗസിൽ ഒരുപാട് കോണ്ടന്റുകൾ കൊടുത്തൊരു മത്സരാർത്ഥിയാണ്. ടിക്കറ്റ് ടു ഫിനാലെ കിട്ടി നേരിട്ട് ഫിനാലയിലേക്ക് വന്ന ഒരു മത്സരാർത്ഥിയാണ്. ഒരുപാട് എഫേർട്ട് നൂറ ബിഗ് ബോസ് ഹൗസിൽ ആ ഒരു കോണ്ടന്റ് ഉണ്ടാക്കാനും ഗെയിം മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ ഒരുപാട് എഫേർട്ട് ഇട്ട ഒരു കണ്ടസ്റ്റൻറ്റ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നൂറയെ സ്നേഹിക്കുന്ന ഒരുപാടധികം ജനങ്ങളുണ്ട്. അൺഒഫീഷ്യൽ വോട്ടിംഗ് സൈറ്റുകളും യൂട്യൂബിലെ കമ്മ്യൂണിറ്റി പോളുകളൊക്കെ നമുക്കതിനകത്ത് വ്യക്തമാണ്. അപ്പോൾ നൂറയ്ക്ക് ഞാൻ ഈ ഒരു ലിസ്റ്റിൽ 4ാം സ്ഥാനം കൊടുക്കുകയാണ്. അടുത്തതായിട്ട് ഞാൻ 3ാം സ്ഥാനം കൊടുക്കുന്ന ഒരു കണ്ടസ്റ്റൻ്റ് എന്ന് പറയുന്നത് ഷാനവാസ് ആയിരിക്കും. ഷാനവാസും ഈ പറയുന്ന പോലെ അൺഒഫീഷ്യൽ വോട്ടിംഗ് സൈറ്റുകളിലും യൂട്യൂബിലെ കമ്മ്യൂണിറ്റി പോളുകളിലൊക്കെ ഒരുപാട് ജനങ്ങളുടെ സപ്പോർട്ടുള്ള ഒരു കണ്ടസ്റ്റൻ്റാണ് ഷാനവാസ്. പലപ്പോഴും ബിഗ് ബോസ് ഹൗസിൽ പല നമ്മൾ ഓർത്ത് വെക്കുന്ന രീതിയിലുള്ള ഒരുപാടധികം കോണ്ടന്റുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അനീഷും ഷാനവാസും തമ്മിലുള്ള ആ ഒരു കൂട്ടുകെട്ട് കോംബോ എന്തുകൊണ്ടും ഷാനവാസ് ഉണ്ടാക്കുന്ന പല കാര്യങ്ങളും നമുക്ക് ജനങ്ങൾക്ക് ഒരുപാട് ഓർത്ത് വെക്കാൻ പറ്റുന്നതും ജനങ്ങളെ ഒരുപാട് എൻ്റർടൈൻ ചെയ്യിപ്പിക്കുന്നതുമാണ്. അതുകൊണ്ട് തന്നെ ഷാനവാസിന് ഞാനൊരു ടോപ്പ് 3 കൊടുക്കുന്നതായിരിക്കും. അടുത്തതായിട്ട് ഞാൻ 2ാം സ്ഥാനം കൊടുക്കുന്നത് അനുമോൾക്കായിരിക്കും. അനുമോൾക്ക് ഈ ഒരു 2ാം സ്ഥാനം കൊടുത്തതിൻ്റെ കാര്യം അനുമോൾ ബിഗ് ബോസ് ഹൗസിൽ ഒരുപാട് കോണ്ടന്റുകൾ ഉണ്ടാക്കിയ ഒരു മത്സരാർത്ഥിയാണ്. അതുപോലെ തന്നെ അനുമോളുടെ കേസിൽ ഇപ്പോൾ അൺഒഫീഷ്യൽ വോട്ടിംഗ് സൈറ്റുകളും യൂട്യൂബിലെ കമ്മ്യൂണിറ്റി പോളുകളൊക്കെ നമ്മൾ നോക്കുന്ന സമയത്ത് വളരെ വ്യക്തമായിട്ട് മറ്റുള്ള കണ്ടസ്റ്റൻസിനെ അപേക്ഷിച്ചുകൊണ്ട് വ്യക്തമായിട്ടൊരു ഭൂരിപക്ഷം ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് അനുമോൾക്ക് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ബിഗ് ബോസ് മലയാളം സീസൺ 7ൻ്റെ ടൈറ്റിൽ വിന്നർ ആകാനായിട്ടും ഈ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു കണ്ടസ്റ്റൻ്റ് കൂടിയാണ് അനുമോളുടെ കേസിലും ഈ പറയുന്ന പോലെ ജനങ്ങൾ ഒരുപാട് സ്നേഹിച്ച് ഒരുപാട് വോട്ട് കൊടുക്കുന്ന ഒരു കണ്ടസ്റ്റൻ്റ് ആണ്. അപ്പോൾ എന്തുകൊണ്ടും ഈ ഒരു സമയത്ത് ലാലേട്ടൻ്റെ ഒരു കൈ അനുമോളുടെ അടുത്ത് തന്നെ ആയിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും അനുമോൾക്ക് ഞാൻ ഒരു ലിസ്റ്റിൽ 2ാം സ്ഥാനം കൊടുക്കുകയാണ്. അടുത്തതായിട്ട് ഞാൻ 1ാം സ്ഥാനത്ത് പറയുന്നത് അനീഷ് ആയിരിക്കും. അനീഷ് ഒരു കോമണർ കണ്ടസ്റ്റൻ്റ് ആയിട്ടാണ് ബിഗ് ബോസ് ഹൗസിലേക്ക് വന്നത്. ആദ്യമൊക്കെ ഒരുപാട് ചീത്തവിളിയൊക്കെ കേൾക്കേണ്ടി വന്നെങ്കിലും ഈ ഒരു സമയത്ത് അനീഷിനെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. നമ്മുടെ അൺഒഫീഷ്യൽ വോട്ടിംഗ് സൈറ്റുകളും യൂട്യൂബിലെ കമ്മ്യൂണിറ്റി പോളുകളിലൊക്കെ അതിനകത്ത് വ്യക്തമായിട്ട് കാണാൻ കഴിയുന്നുണ്ട് അനീഷിൻ്റെ ആ ഒരു ഭൂരിപക്ഷം. ഈ ഒരു സമയത്ത് ബിഗ് ബോസ് മലയാളം സീസൺ 7 വിജയിക്കാനായിട്ട് ഏറ്റവും അധികം സാധ്യതയുള്ള കണ്ടസ്റ്റൻസിൽ ഒരാൾ കൂടിയാണ് അനീഷ്. അപ്പോൾ തീർച്ചയായിട്ടും അനീഷും അനുമോളും ഞാൻ അനുമോളുടെ പേരുകൂടി പറയാം. ഇവർ രണ്ടുപേരും തന്നെയായിരിക്കും ലാലേട്ടൻ്റെ ഇടവും വലവും നിൽക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അനീഷിൻ്റെ കേസിലും ഈ പറയുന്ന പോലെ ഒരുപാട് ജനങ്ങൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു മത്സരാർത്ഥിയാണ്. അത്യാവശ്യം കോണ്ടന്റുകൾ ബിഗ് ബോസ് ഹൗസിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സമയം ബിഗ് ബോസ് അവസാനിക്കുന്ന സാഹചര്യത്തിൽ വരെയും അനീഷിൻ്റെ ഭാഗത്തു നിന്ന് കൃത്യമായിട്ട് കോണ്ടന്റ് കൊടുക്കുന്നത് യാതൊരു കുറവും വരുത്തിയിട്ടില്ല. അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ 7 ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ടോപ്പ് 5 ലിസ്റ്റാണ് ഞാനിപ്പോൾ പ്രഡിക്റ്റ് ചെയ്തത്. ഇത് എൻ്റെ മാത്രം ഒരു പ്രഡിക്ഷനാണ്. ഇതൊരിക്കലും ഏഷ്യാനെറ്റിൻ്റെ ഒരു ഒഫീഷ്യൽ പ്രഡിക്ഷൻ ഒന്നുമല്ല. എൻ്റെ ഒരു പ്രഡിക്ഷൻ വെച്ചിട്ട് ഈ പറയുന്ന 5 പേരുകൾ തന്നെയായിരിക്കും ഈ ഒരു ടോപ്പ് 5 ലിസ്റ്റിൻ്റെ ഭാഗമായിട്ട് വരാനായിട്ട് പോകുന്നത്. ഞാൻ 5ാം സ്ഥാനത്ത് അക്ബറിനെ പറഞ്ഞു. 4ാം സ്ഥാനം ഞാൻ നൂറയ്ക്കാണ് കൊടുത്തത്. 3ാം സ്ഥാനത്ത് ഷാനവാസിനെ പറഞ്ഞു. 2ാം സ്ഥാനത്ത് അനുമോളെ പറഞ്ഞു. 1ാം സ്ഥാനത്ത് ഞാൻ അനീഷിനെയാണ് പറഞ്ഞത്. അപ്പോൾ ഈ പറയുന്ന ഒരു ടോപ്പ് 5 ലിസ്റ്റ് തന്നെ ആയിരിക്കും നമുക്ക് ഏറ്റവും അവസാനം ഫിനാലെ വേദിയിൽ കാണാനായിട്ട് പോകുന്നതും എന്നാണ് എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ എക്സ്പെക്റ്റേഷൻസ് ഒക്കെ വ്യത്യാസം ഉള്ളതായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ടോപ്പ് 5 ലിസ്റ്റ് താഴെ കമൻറ്റ് ബോക്സിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. ബിഗ് ബോസ് മലയാളത്തിൻ്റെ മറ്റൊരു അപ്ഡേറ്റിനായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ കൃത്യമായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം. താങ്ക്